ബഷീർ പ്രമുഖ നിർമ്മാതാവ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ലിബർട്ടി ബഷീർ, മലയാള സിനിമയുടെ തുടക്ക കാലഘട്ടം മുതൽ സിനിമകൾ പഴയ തലമുറയ്ക്കൊപ്പം സിനിമ എടുത്തു തുടങ്ങിയ ആളാണ് താങ്കൾ. നിങ്ങളുടെ ഒന്നും കാലത്ത് ഉണ്ടാവാത്ത ചില പ്രതിഭാസങ്ങൾ, ചില രീതികളൊക്കെ ഇപ്പോൾ മലയാള സിനിമയിലുണ്ട്. അതാണ് ഇപ്പോൾ പുറത്തു വരുന്നതെന്ന് കരുതുന്നു. ഇതെന്തുകൊണ്ടാണ് സിനിമയ്ക്കകത്ത് തന്നെ ചെറുക്കാൻ കഴിയാത്തത്? അല്ലെങ്കിൽ പ്രധാനമായി ഇപ്പോഴും അന്വേഷണ ഏജൻസികൾക്ക് സ്വാഭാവികമായും കടന്നു ചെല്ലുന്നതിന് ചില പരിമിതികളൊക്കെ ഉണ്ടാവാം. പക്ഷേ അത് മറികടന്ന് ഇപ്പോൾ ചെല്ലുന്നുണ്ട്, ഓക്കെ, ശരി തന്നെ. പക്ഷേ അതിനപ്പുറം സിനിമയ്ക്കകത്ത് തന്നെ എന്തുകൊണ്ട് ഇത് ചെറുത്ത് നിർത്തുന്നില്ല? അത്തരം ചർച്ചകൾ സിനിമയ്ക്കകത്ത് നടക്കുന്നുണ്ടോ? ഇത് നിങ്ങളിപ്പം ചോദിച്ച അതേ മറുപടി ഞാൻ പറഞ്ഞത്. ഞാൻ പണ്ട് കാലങ്ങളിലുള്ള സിനിമ എടുക്കുന്ന കാലം മുതൽ മലയാള സിനിമ വരുന്ന കാലം, മലയാള സിനിമ മുതൽ ഇന്ത്യൻ സിനിമ വരുന്ന കാലം മുതൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന അത് ആഫ്റ്റർ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ മാത്രമാണ്. ഷൂട്ടിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ റൂമുകളിലും അന്നത്തെ കാലത്ത് മദ്യമാണ് ഉപയോഗിക്കുന്നത്. അന്നത്തെ കാലത്ത് ഇപ്പോൾ കഴിഞ്ഞ ഒരു 3-4 വർഷം വരെ ഈ മദ്യമാണ് എല്ലാ റൂമിലും ഉണ്ടായിരുന്നത്. വൈകുന്നേരം ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും മദ്യം കഴിക്കാത്ത വളരെ ചുരുക്കം. 100 ആൾ ലൊക്കേഷൻ ഉണ്ടെങ്കിൽ ഒരു 10 പേര് കഴിക്കുന്നുണ്ടാവില്ല. ബാക്കി 90 ആൾക്കാരും മദ്യം കഴിക്കുന്ന ആൾക്കാരുണ്ടാകാൻ. അത് ഒരു വശം നിൽക്കുന്നത്. രണ്ടാമത്തെ ഇപ്പോഴത്തെ വശം അതല്ല. ഇപ്പം നേരെ തിരിച്ചിട്ട് മറ്റുള്ള ലഹരി വസ്തുക്കളാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിക്കുന്ന നല്ലൊരു ശതമാനം ആൾക്കാരും മലയാള സിനിമയിലുണ്ട്. എല്ലാം നല്ല ശതമാനം ആൾക്കാരും, പുതിയ ആൾക്കാർ, പഴയ ആൾക്കാരല്ല, പഴയ വരുന്ന ആൾക്കാരല്ല ഇപ്പോൾ മദ്യം തന്നെ കഴിക്കുന്നത്. അപ്പൊ അത് നിർത്താൻ വേണ്ടിട്ട് നമ്മൾ ലൊക്കേഷൻ റെയ്ഡ് നടത്തുന്ന പറഞ്ഞാൽ അതെല്ലാം പ്രൊഡ്യൂസറെ ബാധിക്കുന്നതാണ്. ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരാൾ ഉപയോഗിക്കുന്നതിന് അത് ബാധിക്കാൻ ലൊക്കേഷനിൽ ഒരു റെയ്ഡ് നടത്തുന്നതിന്റെ അന്നത്തെ ദിവസം കംപ്ലീറ്റ് പോകും. ആ പ്രൊഡ്യൂസർക്ക് 5-6 ലക്ഷം രൂപ നഷ്ടം വരും. ഒരു വശം അങ്ങനെ നിൽക്കുന്നു. നേരത്തെ ഒരാൾ സംസാരിച്ചാൽ ഈ ഇന്ത്യൻ നിയമം പാർലമെന്റ് ഉണ്ടാക്കിയ നിയമമാണ് 2 ഗ്രാമിൽ കുറച്ചിട്ട് സാധനം വെക്കുന്ന. ഇത് നിയമത്തിന് നിയമവിരുദ്ധമെല്ലാം ഓരോന്നിന്റെ അളവ് വെച്ചിട്ട്, ഓരോ സാധനത്തിന്റെ അളവ് വെച്ചിട്ട് നിയമവിരുദ്ധമെന്ന് ഇന്ത്യൻ നിയമം പറഞ്ഞിട്ട് നേരത്തെ പിടിച്ച 1 ഗ്രാം 1.6 ഗ്രാമാണെങ്കിൽ ആ ജാമ്യം കിട്ടുന്ന വകുപ്പിന്ന് അവിടുന്ന് പിടിച്ച സ്ഥലത്ത് നിന്ന് അവരെ ഒഴിവാക്കാം. അതെല്ലാം ശരിക്കും നിയമത്തെ പറയുന്ന കാര്യമാണ്. അതൊന്നും ആ നിയമം മാറ്റി വയ്ക്കാൻ ആർക്കും സാധിക്കില്ല. ഇത് ഉപയോഗിക്കുന്ന കൂട്ടർക്ക് ഇത്ര ഗ്രാം എഴുതി വെച്ച് കഴിഞ്ഞാൽ ശ്രീ ലിബർട്ടി ബഷീർ, നമുക്ക് ആരെയും പിടിച്ച് ദീർഘകാലം അകത്തിടാനോ ഒന്നുമല്ല. ഇതൊരു നിരോധിത വസ്തുവാണ്, നിയമം അനുവദിക്കാത്ത സാഹചര്യമാണ്. ലഹരിക്കെതിരെ ഒരു പൊതുസമൂഹം ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ സിനിമയ്ക്ക് മാത്രം പ്രത്യേകം ഒരു പ്രിവിലേജ് കൊടുക്കേണ്ടതില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ സിനിമയ്ക്കകത്ത് തന്നെ ഈ ചെറുത്തുനിൽപ്പ് എന്തുകൊണ്ടാണ് നടക്കാതെ പോകുന്നത്? താങ്കൾ മദ്യ ഉപയോഗത്തെക്കുറിച്ച് പറഞ്ഞു. മദ്യം ഒരു നിരോധിത വസ്തുവല്ലല്ലോ. സർക്കാർ തന്നെ മദ്യ ഷോപ്പുകൾ നടത്തുന്നുണ്ട്, അത് ഉപയോഗിക്കുന്നതുമുണ്ട്. അത് ഉപയോഗിക്കുന്ന ഹാനികരമെന്നത് നമ്മുടെ ഒരു പൊതു സന്ദേശമാണ്. അത് ഉപയോഗിക്കാതിരിക്കട്ടെ ആളുകൾ. പക്ഷേ ഈ ലഹരി നിരോധിത വസ്തുക്കൾ എങ്ങനെ സിനിമയ്ക്കകത്തേക്ക് വരുന്നു എന്നതാണ്. അത് നിയന്ത്രിക്കപ്പെടേണ്ടത് ആദ്യം സിനിമയ്ക്കകത്ത് തന്നെയല്ലേ എന്ന ചോദ്യമാണ്. അല്ല, സിനിമക്കകത്ത് മാത്രമല്ല, ഇന്ന് ലോകം മുഴുവൻ ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്നതും ബിസിനസ് നടത്തുന്നതും ഇങ്ങനത്തെ MED പോലത്തെ ഇങ്ങനത്തെ ലഹരി വസ്തുക്കളാണ്. ചെറിയ സാധനമാണ്, വലിയ ലാഭം കിട്ടുന്ന സാധനമാണ്, കോടിക്കണക്കിന്റെ ലാഭം കിട്ടുന്ന ബിസിനസ്സായിട്ട് മാറിക്കഴിഞ്ഞാൽ ഇപ്പം അത് നിർത്താൻ വേണ്ടി ഇപ്പം സിനിമാ മേഖലയിൽ മാത്രമായിട്ട് ഒരിക്കലും നടക്കില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുക നടക്കാനും പോകുന്നില്ല. കാരണം ഞാൻ അതിന്റെ നിയമത്തിൽ തന്നെ പറഞ്ഞത് ഓരോ സാധനം കഞ്ചാവ് ഇത്ര ഗ്രാം വെക്കാം, മറ്റേ അവീന് ഇത്ര ഗ്രാം വെക്കാം, MED എന്താ ഇങ്ങനത്തെ ഓരോ സാധനത്തിന്റെ പേര് ലീസ്റ്റ് വെച്ചിട്ട് ഇത്ര ഗ്രാം വെക്കുന്നതിന് നിയമവിരുദ്ധമല്ല എന്നുള്ള ഗവൺമെന്റിന് ഉണ്ടാക്കിയ നിയമമാണ്. അതിനെ തടയാൻ വേണ്ടി ആർക്കും സാധിക്കില്ലല്ലോ. അതിനെ നിയമം മൊത്തം മാറ്റി തരും. അത് ഉണ്ടാക്കിയ നിയമം മാറ്റി പൊളിച്ചിട്ട് എല്ലാം മൊത്തം 1 ഗ്രാമം വെക്കാൻ പാടില്ലെന്നുള്ള നിയമം കൊണ്ടുവന്നാലും മാത്രമേ രക്ഷപ്പെടാൻ പറ്റൂ. അല്ലാത്ത കാലത്തോളം അത് ഒരു പോലീസ് സ്റ്റേഷനിൽ പോകണ്ടാവില്ല, പോലീസ് സ്റ്റേഷനിൽ ജാമ്യം കൊടുക്കും. ഞാൻ ചോദിച്ചത് ഇപ്പം താങ്കളുടെയൊക്കെ കാലത്ത്, താങ്കളൊക്കെ സിനിമ ആദ്യകാലത്ത് നിൽക്കുന്ന സമയത്ത് നിർമ്മാതാവിന് ഒരു അവസാന വാക്കുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ സിനിമാ നിർമ്മാണ സൈറ്റിൽ. അതിൻ്റെ സംവിധായകനാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെങ്കിൽ കൂടിയും താങ്കളുടെ പേരിലാണല്ലോ, അത് നിർമ്മാതാവിൻ്റെ പേരിലാണല്ലോ പ്രൊഡക്ഷൻ നടക്കുന്നത്. സ്വാഭാവികമായും ഇപ്പോഴും അത്തരമൊരു സ്വാതന്ത്ര്യമില്ലേ? അങ്ങനെയെങ്കിൽ അങ്ങനെ ലഹരി ഉപയോഗിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വേണ്ട, അല്ലെങ്കിൽ ഉപയോഗിച്ചതായി ആരെങ്കിലും കണ്ട അവരെ വിലക്കുക, അങ്ങനെ ഒരു നീക്കത്തിന് നിർമ്മാതാക്കൾക്ക് എന്തുകൊണ്ട് കഴിയാതെ പോകുന്നു? ഞാൻ താങ്കൾ ഈ മേഖലയിൽ പണം മുടക്കിയ ആളായതുകൊണ്ട് സിനിമ തുടങ്ങുന്നതിന് മുമ്പേ ഒരു നിർമ്മാതാവിന് ഇന്ന ആൾക്കാരെ ലഹരി വസ്തുക്കൾ ഇപ്പൊ ബാസി അല്ലെങ്കിൽ മറ്റേ ഇപ്പൊ കേസ് പെട്ടിട്ട് നിൽക്കുന്ന ആള് അത് വേണ്ടെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും സിനിമ തുടങ്ങുന്നതിന് മുമ്പേ.
സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ഫുൾ അധികാരം നിൽക്കുന്ന ഡയറക്ടറാണ്. നമുക്കൊന്നും ഒന്നും ചെലുത്താൻ പറ്റില്ല. അതിന്റെ സിനിമയിലെ ഡയറക്ടറും ആ ലൊക്കേഷനിലെ ഡയറക്ടറും എന്ത് സംഭവിച്ചാലും ആ ഡയറക്ടർ തീരുമാനമാണ് അത് നടപ്പിലാക്കാൻ പറ്റുന്നത്. അത് നിർമ്മാതാവിന്റെ റോളില്ല ഒരു സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ. പിന്നെ നിർമ്മാതാവിന് അവിടെ പൈസ ചെലവാക്കേണ്ട റോള് മാത്രമേ ഉള്ളൂ. സിനിമ തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് എന്ത് തീരുമാനം എടുക്കാം, ഒരാളെ മാറ്റണമെങ്കിൽ മാറ്റാം, എല്ലാം ചെയ്യാം. സിനിമ തുടങ്ങി ഏതെങ്കിലും 4-5 ദിവസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അതിന്റെ കയ്യിൽ കഴിഞ്ഞാൽ പിന്നെ കുറ്റം മുഴുവൻ നിർമ്മാതാവിന്റെ കയ്യിൽ വരും. അപ്പൊ പിന്നെ നിർമ്മാതാവ് റോഡ് അവിടെ ഇല്ലാടാ. സത്യത്തിൽ ഇപ്പൊ നടക്കുന്ന പണ്ട് കിടക്കുന്ന അങ്ങനെയാണ്. പണ്ട് കാലങ്ങളിലും നിർമ്മാതാവിന് ഒരു വാല്യൂ ഉണ്ടായിരുന്നു. പൈസ എല്ലാ അധികാരങ്ങളും ഉണ്ട്. ഇന്ന് അതൊക്കെ പോയിപ്പോ. ഇന്ന് എല്ലാ അധികാരങ്ങളും ഇപ്പൊ പുതിയ വരുന്ന ഡയറക്ടേഴ്സിനും പുതിയ വരുന്ന ആർട്ടിസ്റ്റുകൾക്കും എല്ലാ അധികാരങ്ങളും നമ്മൾ ഒരു പൈസ ചെലവാക്കുന്ന ഒരു വ്യക്തി മാത്രമായിട്ട് മാറിപ്പോയി. യെസ്, വളരെ നന്ദി ലിബർട്ടി ബഷീർ പ്രതികരിച്ചതിന്. എന്തായാലും മലയാള സിനിമാ മേഖല ഒരിക്കലും കേൾക്കാത്ത വാർത്തകളിലേക്ക് വരികയാണ്. ലഹരി ഉപയോഗം, അത് മുൻനിര താരങ്ങളുണ്ട്, ഒപ്പം തന്നെ നിർമ്മാതാക്കളുണ്ട്, ഒപ്പം സംവിധായകരുമൊക്കെ പല പ്രധാനപ്പെട്ട സിനിമകളും ആരാധനയോടെ കാണുന്ന പല സിനിമകളും അതിൻ്റെ സംവിധായകരുമൊക്കെ ഇത്തരം ലഹരിക്ക് അടിമകൾ എന്നതാണ്, നിരോധിത വസ്തുക്കളുടെ അടിമകൾ എന്നതാണ്. എന്തായാലും പോലീസും അന്വേഷണവും എക്സൈസും പുതിയ തലത്തിലേക്ക് അന്വേഷണം പോകുന്നു എന്നാണ് സാഹചര്യം.